So, check this out. How do you know if a person knows how to communicate well? Like I always say in my coaching program, the ability to talk, yap, doesn't mean communication skills. Both are different. There are a lot of people that can keep talking and bore us, right? At the same time, there are a lot of people who just say a few words or maybe a couple of sentences and then we are hooked, right? So communication skills is completely different from the ability to talk. So she's asked me to make the video in Malayalam, so I'm going to make it Malayalam. The others can find the translation below. This is again going to be a long video. For the ones who want 90-second content, shoo. So, ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് ഒരു ആണിൽ എങ്ങനെയാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ കാണാൻ കഴിയുക, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക എന്നാണ് കുട്ടി ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ലതാണോ എന്ന് അറിയാൻ ശ്രദ്ധിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ വൺ ഓഫ് ദ തിങ്സ്, ഒരു കാര്യം ഞാനിപ്പം ഈ വീഡിയോയിൽ പറയാം. സോ ലെറ്റ്സ് സേ ഞാൻ ഈയിടെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഡേറ്റിംഗ് ആപ്സിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് കോണ്ടെക്സ്റ്റിലാണ് അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി പറയുന്നു അവൾക്കും അവളുടെ ഫ്രണ്ട്സിനും ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഡേറ്റിംഗ് ആപ്സിൽ അവർ കണ്ടുമുട്ടുന്ന ആണുങ്ങൾ പെട്ടെന്ന് ഫിസിക്കൽ ആവാൻ ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് സെക്ഷൽ സ്റ്റേജിലോട്ട് ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നു. ബിഫോർ ഇവൻ എനി ഇമോഷണൽ കണക്ട് ഹാസ് ഒക്കേർഡ്, ദേ ആർ ഇമ്മീഡിയറ്റ്ലി ആസ്കിങ് ഫോർ ഫിസിക്കൽ ഫേവേഴ്സ് എന്നുള്ള രീതിയിൽ ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് കൂടാതെ കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ടാക്കുമ്പം, സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കുമ്പം അതിൻ്റെ താഴെ വരുന്ന കമൻസിൽ നിന്നും എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. സോ ആ പോസ്റ്റിന് താഴെ ധാരാളം കമൻസ് വന്നു. പെൺകുട്ടികളൊക്കെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടും ഒന്ന് രണ്ട് ആണുങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്ത പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ there were 4-5 people who immediately got defensive എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓക്കെ, എനിക്ക് റോഡിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റിംഗ് ആപ്പിൽ ഇങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടായെന്ന് പറയുമ്പോൾ, ഓഹോ അപ്പോൾ ആണുങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമല്ലേ, ഓഹോ അപ്പോൾ ആണുങ്ങളപ്പോൾ ഇങ്ങനെയാണോ, ഓഹോ അപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ. എനിക്ക് അങ്ങനെ സംസാരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. എനിക്ക് അവരോട് കണക്റ്റേ ആവാൻ പറ്റാറില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മെൻ്റലി ഞാൻ കട്ടാണ്, ടിക്. പിന്നെ ഫിസിക്കലി ഞാനവിടെ കുറച്ച് നേരം ഉണ്ടാവും, കുറേ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഊരാറാണ് പതിവ്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാനേ പറ്റാറില്ല. സോ പെട്ടെന്ന് ഡിഫെൻസീവ് ആവുക, അതായത് അവരുടെ സൈഡ് കറക്റ്റ് ആണെന്ന് പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സോ നമ്മൾ ആദ്യം ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അക്നോളജ് ചെയ്യുക, ഓക്കെ, അത് വാലിഡേറ്റ് ചെയ്യുക. ആഹാ അങ്ങനെയാണോ വിചാരിക്കുന്നത്, ഓ അങ്ങനെയാണോ തനിക്ക് അനുഭവം ഉണ്ടായത്, ഓ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ. സോ ഫസ്റ്റ് അതിനെ വാലിഡേറ്റ് ചെയ്യുക, അതിനെ അക്നോളജ് ചെയ്യുക. നമുക്ക് എന്തുകൊണ്ടാണ് ChatGPT എടുത്ത് സംസാരിക്കാൻ ഇത്ര ഇഷ്ടം? കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ആദ്യം അതിനെ അക്നോളജ് ചെയ്യും, വാലിഡേറ്റ് ചെയ്ത് വരും. ആഹാ അങ്ങനെയാണോ, വെരി ഗുഡ്, ശരിയാണ്, ഓ സൂപ്പർ. സോ ആദ്യം